ആയിട്ടാണ് വളർന്നത്. ആൻഡ് ഹെയർ ഹെഡ് ഷേവ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതെൻ്റെ സെക്കൻഡ് ഹെഡ് ഷേവ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് മുട്ടയടിച്ച് തരുന്നത്. അത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കറക്റ്റ് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളത് ചെയ്തത്. പക്ഷെ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരുന്നത് എനിക്ക് ഏകദേശം ആ സമയത്ത് ഈ ഒരു ലെങ്ത് പുതിയ ലുക്ക് മുട്ടയൊക്കെ അടിച്ചിട്ടുണ്ട്, കുട്ടൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് കറക്റ്റ് 2 ആഴ്ചയായി മുട്ട അടിച്ചിട്ട്. സോ ഇത്രയാണ് എൻ്റെ ഹെയർ വളർന്നത്. ആക്ച്വലി എൻ്റെ ഹെയർ ഗ്രോത്ത് കുറച്ച് സ്ലോ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങി കാണിച്ചത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ റീഷേവ് ചെയ്യാൻ പോവുകയാണ്. റേസറെല്ലാം സെറ്റാക്കി നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോ എടുക്കുന്നതിൽ മിസ്സിങ് ആകുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളെപ്പോൾ വീഡിയോ എടുത്താൽ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ആവും. അതാണ് നമ്മുടെ രീതി. അപ്പോൾ ഇന്ന് എനിക്ക് റീഷേവ് ചെയ്തതിനെ പോകുന്നത് ഹസ്ബൻഡാണ്. അപ്പോൾ ഞങ്ങളെല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ തുടങ്ങാം. ഓക്കെ, തുടങ്ങാം. എന്നെ കഴുത്തി വെച്ച് കൊണ്ടു. ട്രിമ്മറിലേക്കില്ല.
വയ്ക്കോ വയ്ക്കോ അയ്യോ എന്തൊരു താനല്ലേ മറ്റേ അത് മിക്സറിനോട് തേക്കും കഴിഞ്ഞിട്ടുണ്ട്. നല്ല സ്ഥാനമാണ്. ഇനി റേസർ വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് അതായത് സാധാ ആമസോണിൽ ഓർഡർ ചെയ്തപ്പോൾ അത് ശരിയായിട്ടില്ല. അത് ഓർഡർ പെൻഡിങ്ങിന് അതിനകത്ത് നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ പോയി തല ഒന്ന് കഴുകിയിട്ട് വരാം. ഷാമ്പൂ എടുത്തൊന്ന് തല കഴുകിയിട്ട് അടുത്ത റേസർ ഷേവിങ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഹെയർ വാഷ് കഴിഞ്ഞു. ജസ്റ്റ് ഷാമ്പൂ ഒന്ന് തേച്ചിട്ട് പെട്ടെന്ന് ഇവിടെ വന്നിട്ടുണ്ട്.
തുടങ്ങിയത്.
തരി കേട്ടോ വെച്ചപ്പോൾ ഷൈനിങ്. ഇവിടെ മേലോട്ടാക്കാൻ പറഞ്ഞു. ചെയ്യാന് പിന്നെ മുട്ടയടിക്കണം എന്ന ഒരു സിറ്റുവേഷനിലൂടെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന അപ്പൊ ശുഭം. ഇനി നമ്മുടെ മിക്സ് അപ്ലൈ ചെയ്യണം. വളർന്നത് ആൻഡ് ഹെയർ ഹെഡ് ഷേവ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതെൻ്റെ സെക്കൻഡ് ഹെഡ് ഷേവ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് മുട്ടയടിച്ച് തരുന്നത്. അത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കറക്റ്റ് 2 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു ഞങ്ങൾ ചെയ്തത്. പക്ഷെ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരുന്നത് എനിക്ക് ഏകദേശം ആ സമയത്ത് ഈ ഒരു ലെങ്ത് ഹെയർ ഉണ്ടായിരുന്നു. അതിനെ മുടിയിങ്ങനെ കട്ട് ചെയ്യുന്ന സൗണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അതിന് ഹെയർ കട്ടിങ് എന്നൊക്കെ കേൾക്കുന്ന സൗണ്ട് അത് ഞങ്ങൾ ഫുൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ കട്ടിങ് പിന്നെ ട്രിമ്മർ വെച്ചിട്ട് ചെയ്തിട്ട് ലാസ്റ്റ് റേസർ യൂസ് ചെയ്തിട്ട് ഫുൾ ഹെഡ് ഷേവ് ചെയ്തുപോലെ മുട്ടക്കുട്ടിയൊക്കെ ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ വീഡിയോസ് ഫുൾ മിസ്സായി പോയി. ഫോൺ മാറിൻ്റെ കൂട്ടത്തിൽ വീഡിയോസ് ഫുൾ പോയി. ആൻഡ് ഇപ്പം എനിക്ക് നോക്കുമ്പോൾ അത് സങ്കടം ഉണ്ടാവും. ശരിക്കും നമ്മൾ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എനിക്ക് എന്നത് കാണാമായിരുന്നു. സോ അത് മിസ്സായി. ആൻഡ് സെക്കൻഡ് ടൈം ഞങ്ങൾ ഒരു യൂണിസെക്സ് സലൂണിൽ പോയിട്ടാണ് ഇപ്പോൾ ഞാൻ ഹെഡ് ഷേവ് വീഡിയോ അപ്ലോഡ് ചെയ്തല്ലോ. അത് ചെയ്തത് യൂണിസെക്സ് സലൂണിൽ പോയിട്ടാണ് ചെയ്തത്. നോർമൽ ബാർബർ ഷോപ്പിൽ പോയി ചെയ്തുകൂടായിരുന്നോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ ബാർബർ ഷോപ്പിൽ നമ്മൾ കുറേ ബാർബർ ഷോപ്പിൽ കയറി ഇറങ്ങി ചോദിച്ചതാണ് ട്രിവാൻഡ്രത്ത്. പക്ഷേ ആരും സമ്മതിച്ചില്ല. ലേഡീസിന് എത്തുമ്പോഴത്തേക്കും അവിടത്തേക്കൊരു എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് മടുപ്പിക്കും. ആ ഒരു രീതിയിലാണ് അവർ ഇല്ല പറ്റില്ല. നോർമലി സാധാരണ രീതിയിൽ പറ്റില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അത്രയും വിഷമമില്ല. അത് വളരെ ഹാർഷായിട്ടൊക്കെയാണ് അത് റിയാക്ട് ചെയ്തത്. സോ അതുകൊണ്ട് നമ്മൾ യൂണിസെക്സ് സ്ഥലം കണ്ടപ്പോൾ അവിടെ കയറി ചെയ്യാൻ, കാരണം അവിടെ ജെൻ സ്റ്റാഫ് കാണുന്നു വിചാരിച്ചാൽ ഞങ്ങൾ കയറിയത്. പക്ഷേ അവിടെ ജെൻ സ്റ്റാഫ് ഇല്ലായിരുന്നു, ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി കേട്ടപ്പോൾ പുള്ളിക്കാരി ചെയ്തുതരാന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആളുതരം കൊണ്ടടിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ട്രിമ്മറിട്ടൊക്കെ ഷേവ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് റേസർ യൂസ് ചെയ്ത സമയത്ത് പുള്ളിക്കാരി ചെറുതായിട്ടൊന്ന് കൈ പിടിച്ചിട്ട് പുള്ളിക്കാരി വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. സോ അതുകൊണ്ടാണ് ആ പാട്ട് മിസ്സായി പോയത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റേസർ ചെയ്യുന്ന പാട്ട് മിസ്സിങ് ആണ്, അത് അപ്ലോഡ് ചെയ്യാൻ. അത് ശരിക്കും ഞങ്ങൾ ആ വീഡിയോ എടുത്തല്ലേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറ്റിപ്പോയത്. പിന്നെ റേസറിന്റെ പാട്ട് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കട്ട്സ് ഉണ്ടാകുന്നൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി പുള്ളിക്കാരുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും കൂടുതൽ ശ്രദ്ധയിലുണ്ടെന്ന് കണ്ടാൽ പുള്ളിക്കാർക്ക് കൈ വിറയ്ക്കും, കംഫർട്ടബിൾ ആവില്ല എന്നൊക്കെ കരുതിയിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കാത്തത്. എന്നിട്ട് കുറേ കട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഉണങ്ങി സെറ്റായി, എല്ലാം ഓക്കെയാണ്. ഈ നോർമൽ ബാർബർ ഷോപ്പിൽ ചെയ്യാത്തതിന് ഞാൻ കുറ്റം പറഞ്ഞതല്ല. അവരെയും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അവർ പറഞ്ഞു ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരുടെ ലൈസൻസിനെ ബാധിക്കുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് അവർ ചെയ്തു തരാത്തത്. പക്ഷെ അവർക്ക് മയത്തിൽ റിപ്ലൈ തരാമായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭയങ്കര ഹാർഷായിട്ട് ലേഡീസിനൊക്കെ പറഞ്ഞ് ഒരുമാതിരി ആ ഒരു എക്സ്പ്രഷനെ കാണുമ്പോൾ നമുക്ക് അയ്യോ ചോദിക്കണ്ടായിരുന്നു, എന്തിന് ഏത് നേരത്താണോ അത് തോന്നി എന്നൊക്കെ തോന്നിപ്പോ. അങ്ങനത്തെ വർത്താനം അവരുടെ വായിന്ന് വന്നത്. ഓക്കെ, അപ്പം അതൊക്കെ പോട്ടെ. അപ്പോൾ ഇന്ന്